ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ബിൽഡിംഗ് ഗ്രോയിങ് എഫക്റ്റ്. ആൻഡ് നിങ്ങൾക്ക് പ്രീമിയറിനെ കുറിച്ച് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ട് നോളജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ യൂസ് ചെയ്താണ് നമ്മൾ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ വീഡിയോ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടിടാം. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ചെയ്യുന്ന രീതി. ഫോർ എക്സാമ്പിൾ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു സ്കൈ ആണെങ്കിൽ, ഒത്തിരി ക്ലൗഡ്സ് ഒന്നുമില്ല, ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത സ്കൈ ആണെങ്കിൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ തന്നെ ക്ലീൻ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതേസമയം ഒത്തിരി ഡീറ്റെയിൽസും ക്ലൗഡ്സും ഒക്കെയുള്ള സ്കൈ ആണെങ്കിൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ക്ലീൻ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കോണ്ടന്റ് അവെയർ ഫില്ലൊക്കെ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ബട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. സോ ആ ടൈമിൽ നമുക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിളിലും നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്താണ് ക്ലീൻ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഈ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഒരു ക്ലീൻ പ്ലേറ്റ് വേണം. ദെൻ നമുക്ക് ബിൽഡിംഗ് എത്ര പോർഷൻസ് ആയിട്ടാണ് ആനിമേറ്റ് ചെയ്ത് വരേണ്ടത് അത്രയും പോർഷൻസ് ആയിട്ട് നമുക്ക് ബിൽഡിങ്ങിനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, സോ ഞാൻ ഇവിടെ പ്ലേ ഹെഡ് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് കൊണ്ടുവെക്കുവാണ്. എന്നിട്ട് എൻ പ്രസ് ചെയ്യാം. സോ ഇവിടെ ഇൻ പോയിന്റും ഔട്ട് പോയിന്റും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിം എക്സ്പോർട്ട് ചെയ്തെടുക്കാം. സോ ഞാൻ ഇവിടെ കൺട്രോൾ എം പ്രസ് ചെയ്യുവാണ്. റെൻഡർ മെനു ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് മൊഡ്യൂൾ സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് ഫോർമാറ്റ് AVI മാറ്റി JPEG സീക്വൻസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാം. ആൻഡ് ഞാൻ ഇവിടെ വീഡിയോ റെൻഡർ ചെയ്യുവാണ്. ഓക്കെ, റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ അൺലോക്ക് ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. കൺട്രോൾ J. എന്നിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ബിൽഡിങ്ങിൻ്റെ അറൗണ്ട് മാസ്ക് ചെയ്തെടുക്കാം. ആൻഡ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല. നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സോ ജസ്റ്റ് റഫായിട്ടൊന്ന് അറൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഓൾസോ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെലക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ റൈറ്റ് ക്ലിക്ക്, മേക്ക് സെലക്ഷൻ. ഞാൻ ഇവിടെ ഫെദർ റേഡിയസ് ഒരു 3 കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുവാണ്. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കണം. സോ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, കോണ്ടന്റ് അവെയർ ഫില്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നോടം വരെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ D പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്, അത് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ലെയർ 0 കോപ്പിയും ലെയർ 0 കോപ്പി 2ഉം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ E ഉപയോഗിച്ച് മെർജ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ക്ലീൻ പ്ലേറ്റ് എന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹീലിംഗ് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് ഏരിയ സാമ്പിൾ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ജസ്റ്റ് ചെയ്തു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ടൈം എടുത്ത് പതിയെ ചെയ്താൽ മതി. ആൻഡ് ഈ പോർഷൻ നമ്മൾ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ച് ചെയ്ത് നോക്കിയിട്ട് റെഡി ആകുന്നില്ല. സോ ഞാൻ ഇവിടെ ലാസോ ടൂൾ എടുത്തിട്ട് റഫായിട്ടൊന്ന് സെലക്ട് ചെയ്തു. ദെൻ റൈറ്റ് ക്ലിക്ക്, കോണ്ടന്റ് അവെയർ ഫില്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ പോർഷൻ മാത്രം ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. കൺട്രോൾ D ഉപയോഗിച്ച് ഡീസെലക്ട് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ക്ലീൻ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ 0 എടുത്ത് ടോപ്പിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ബിൽഡിങ് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഈ തവണ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പം കുറച്ച് പ്രിസൈസ് ആയിട്ട് ചെയ്യണം. സോ നമ്മൾ ആനിമേറ്റ് ചെയ്യുമ്പോഴത്തേനും നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് ക്ലിക്ക്, മേക്ക് സെലക്ഷൻ. ഞാൻ ഇവിടെ 3 കൊടുത്ത് ഫെദർ റേഡിയസ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് കൺട്രോൾ J പ്രസ് ചെയ്യാം. സോ നമുക്ക് ഈ ലൈറ്റ് ഹൗസ് മാത്രം ഒരു ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഈ ബിൽഡിംഗ് ഗ്രോയിങ് ഇഫക്റ്റ് 2 പോർഷൻസ് ആയിട്ട് ആനിമേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ മുകളിലത്തെ പോർഷനോടെ കട്ട് ചെയ്തെടുക്കുവാണ്. സോ ഞാൻ പെൻ ടൂൾ യൂസ് ചെയ്ത് മുകളിലത്തെ പോർഷനോടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഓക്കെ, ഇനി റൈറ്റ് ക്ലിക്ക്, മേക്ക് സെലക്ഷൻ, ഓക്കെ പ്രസ് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ J ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ലെയർ 2 ഒന്ന് സെലക്ട് ചെയ്യുവാണ്. സോ സെലക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ 1ൽ നിന്ന് ആ പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ്. ഇനി കൺട്രോൾ D ഉപയോഗിച്ച് ഡീസെലക്ട് ചെയ്യുവാണ്. സോ നമുക്കിവിടെ ടോട്ടൽ 4 ലെയേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ലെയർ 0യുടെ ആവശ്യമില്ല. സോ അത് ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയർ ക്ലീൻ പ്ലേറ്റ്, സെക്കൻഡ് ലെയർ മിഡിൽ പോർഷൻ ആൻഡ് തേർഡ് ലെയർ നമ്മുടെ ടോപ്പ് പോർഷൻ. ഓക്കെ, സെക്കൻഡ് ലെയറിൽ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്. നമുക്ക് ഇറേസർ ടൂൾ എടുത്തിട്ട് അതൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് 3 ലെയർ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര തവണയായിട്ട് ബിൽഡിംഗ് ഗ്രോ ചെയ്യണം അത്രയും ലെയേഴ്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇത് നമുക്കൊരു PSD ഫയലായിട്ട് സേവ് ചെയ്യാം. സോ ഫയൽ, സേവ്, എന്തെങ്കിലും നെയിം കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്തേക്കാം. എന്നിട്ട് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് PSD ഫയൽ ഇമ്പോർട്ട് ചെയ്യാം.
ആൻഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് കഴിഞ്ഞ് കോമ്പോസിഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഫോൾഡർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് 3 ലെയേഴ്സ് ഇവിടെ കാണാം. ഇനി നമുക്ക് ഈ ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. നമുക്കൊരു 1 സെക്കൻഡ് മതി. സോ ഞാൻ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഹോൾഡ് ചെയ്ത് ക്ലോസിംഗ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുവാണ്. സോ നമുക്ക് റൈറ്റ് സൈഡ് ട്രിം ചെയ്ത് കളയാൻ പറ്റും. ഇനി നമുക്ക് ക്ലീൻ പ്ലേറ്റ് ഏറ്റവും താഴെ കൊണ്ടുവെക്കാം. ടോപ്പ് ലെയർ അതിൻ്റെ മുകളിൽ വെക്കാം. ആൻഡ് മിഡിൽ ലെയർ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവെക്കാം. ഇനി നമുക്കിത് പൊസിഷൻ യൂസ് ചെയ്ത് ആനിമേറ്റ് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് മിഡിൽ ലെയർ ആനിമേറ്റ് ചെയ്യുവാണ്. പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്തു. എന്നിട്ട് പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റാം. എന്നിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഇനി സ്റ്റാർട്ടിംഗ് ഫ്രെയിമിലോട്ട് പോയിട്ട് നമുക്ക് പൊസിഷൻ താഴോട്ടാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇങ്ങനൊരു ആനിമേഷൻ കിട്ടും. ഇനി നമുക്ക് 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം. സോ ഇത് ഈസീസ് ആവും. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഈ സെയിം ആനിമേഷൻ നമുക്ക് ഈ ടോപ്പ് ലെയറിനും കൊടുക്കണം. സോ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി Ctrl+C ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. എന്നിട്ട് ടോപ്പ് ലെയറിൽ Ctrl+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ടോപ്പ് പോർഷനും മിഡിൽ പോർഷനും ഒരേ സമയമാണ് വരുന്നത്. സോ നമുക്ക് ടോപ്പ് പോർഷൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്തിട്ട് കീ ഫ്രെയിം 2 സെലക്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് മുമ്പോട്ട് മാറ്റി വെക്കാം. ആൻഡ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഇമേജ് മാറ്റാൻ വേണ്ടി ക്ലീൻ പ്ലേറ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ടോപ്പിൽ കൊണ്ടുവെക്കാം. ഇനി പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഈ ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് മാസ്ക് ചെയ്തെടുക്കാം. ആൻഡ് F സെലക്ട് ചെയ്യുവാണെങ്കിൽ ഫെദർ ഓപ്ഷൻ കിട്ടും. ആൻഡ് നമുക്ക് മാസ്ക് ചെറുതായിട്ടൊന്ന് ഫെദറൂടെ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ 2 ലെയേഴ്സിന് മോഷൻ ബ്ലർ എനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇവിടം വരെ നമ്മുടെ വീഡിയോ ഉള്ളൂ. സോ ഈ ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മുടെ മെയിൻ വീഡിയോ ഇവിടെ കൊണ്ടുവെക്കാം. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് ഗ്രോയിങ് എഫക്റ്റ് പ്രീമിയറിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെയാണോ ലെയേഴ്സ് അറേഞ്ച് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ പ്രീമിയറിലും ലെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലീൻ പ്ലേറ്റ്, മിഡിൽ പോർഷൻ, ടോപ്പ് പോർഷൻ ആൻഡ് മുകളിൽ ക്ലീൻ പ്ലേറ്റ് വെച്ചിട്ട് മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിനി ഇത് ആനിമേറ്റ് ചെയ്യാം. ആനിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പൊസിഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആനിമേറ്റ് ചെയ്ത് നമുക്ക് മോഷൻ ബ്ലർ കിട്ടത്തില്ല. സോ മോഷൻ ബ്ലർ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രാൻസ്ഫോം ഇഫക്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് ഞാൻ ട്രാൻസ്ഫോം ഇഫക്റ്റ് മിഡിൽ ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ നമുക്ക് ആദ്യം ഇവിടെ യൂസ് കോമ്പോസിഷൻ ഷട്ടർ ആംഗിൾ അൺചെക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ ഒരു 360 കൊടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം മോഷൻ ബ്ലർ വേണോ അതനുസരിച്ച് വാല്യൂസ് കൊടുക്കാം. ആൻഡ് ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് പൊസിഷൻ ആനിമേറ്റ് ചെയ്യാം. സോ ഞാൻ പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ താഴേക്ക് ആക്കി കൊടുക്കാം. ഇനി ഈ കീ ഫ്രെയിം കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി രണ്ടാമത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഈസിന് കൊടുക്കാം. ആൻഡ് ആദ്യത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഈസ് ഔട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ മെനു സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ ഗ്രാഫിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പ് കൂടെ ആനിമേറ്റ് ചെയ്യണം. സോ നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി കോപ്പി ചെയ്യാം. Ctrl+C എന്നിട്ട് ടോപ്പ് പോർഷനിൽ പേസ്റ്റ് ചെയ്യാം. Ctrl+V. ഇനി നമുക്ക് ഈ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുമ്പോട്ടായി കൊടുക്കാം. ആൻഡ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സോ ഇങ്ങനെ നമുക്ക് പ്രീമിയർ പ്രോയും ആഫ്റ്റർ എഫക്ട്സും യൂസ് ചെയ്ത് ബിൽഡിംഗ് ഗ്രോയിങ് എഫക്റ്റ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്റ്റാണ് സൂം ത്രൂ ട്രാൻസിഷൻ. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ കണ്ടാൽ മതി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.